ആംഗിൾസ് എന്നുള്ള ചാപ്റ്റർ കഴിയാറായി. ലാസ്റ്റ് സെക്ഷൻ ആണ് എടുക്കുന്നത്. എന്താണ് ലാസ്റ്റ് സെക്ഷനിൽ? ഇപ്പൊ ഫസ്റ്റ് സെക്ഷനിലൊക്കെ എന്താ പറഞ്ഞത് എന്നൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇന്റേണൽ ആംഗിൾ എന്താണെന്നും ടോട്ടൽ സം ഓഫ് ഇന്റേണൽ ആംഗിൾസ്, അതേപോലെ എക്സ്റ്റേണൽ ആംഗിള്, ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും. ഇന്നർ ആംഗിൾ എന്താണെന്നും അതിന്റെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതേപോലെ ഔട്ടർ ആംഗിൾ എന്താണ് അതിന്റെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ ചെയ്തതാണ്. ഇനി പഠിക്കാനുള്ളത് റെഗുലർ പോളിഗൺസ് എന്നുള്ളൊരു ചാപ്റ്റർ ആണ്, ഒരു പോർഷൻ ആണ്. അതുകൂടെ കഴിഞ്ഞാല് ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ റെഗുലർ പോളിഗൺ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്ന്, നമ്മളെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സൈസ്, ആ ഒരു ട്രയാങ്കിൾ എന്താണ്, ഈ വശങ്ങള് തുല്യമായിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ, അതിന്റെ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈക്വൽ സൈഡ്സും ഈക്വൽ ആംഗിൾസും ആയിട്ടുള്ള ട്രയാങ്കിളിന് പറയുന്നതാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ്. അതേപോലെ സ്ക്വയർ എന്താണ്, വശങ്ങള് ഈക്വൽ സൈഡ്സും അതേപോലെ തന്നെ ഈക്വൽ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു 5 സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാ സൈഡും 5 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു പോളിഗൺ, റെഗുലർ ആയിട്ടുള്ള പോളിഗൺ എന്ന് പറയുന്ന പേരാണ് എന്താണ് ഇതിന് പറയുന്നത്, സ്ക്വയർ. ഇതേപോലെ നമുക്ക് ഓരോ പോളിഗണിനും പറയാം. അപ്പോ ഇതെങ്ങനെയാണ് 60 ഡിഗ്രി ആണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അത് 3 സൈഡ്സ് ഉള്ളത് കൊണ്ട് 3 ആംഗിൾസ് ഉള്ളത് കൊണ്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 ഡിഗ്രി കിട്ടും. അതേപോലെ ഇവിടെ ആണെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടും. ഇനി അടുത്തത് എന്താണ്, അടുത്ത പോളിഗൺ ഏതാണ്, പെന്റഗൺ. പെന്റഗണിന് എത്ര സൈഡ്സ് ആണ്, 5 സൈഡ്സും 5 ആംഗിൾസും ഉണ്ട്. അങ്ങനെ 5 സൈഡ്സും 5 ആംഗിൾസും ഉള്ള ഈക്വൽ 5 സൈഡ്സും ഈക്വൽ ആംഗിൾസും ഉള്ള ഒരു പെന്റഗണിനെ പറയുന്നതാണ് എന്താണ്, ഈക്വൽ പെന്റഗൺ എന്ന് പറയും, റെഗുലർ പെന്റഗൺ എന്ന് പറയാം. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു പെന്റഗണിന്റെ ഒരു ആംഗിളിന്റെ അളവ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കാം. അടുത്ത പെന്റഗണിന്റെ ടോട്ടൽ സം എത്രയാണെന്ന് അറിയാമല്ലോ. ഇന്റേണൽ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യാ, സൈഡ് കൂടുന്നതിനനുസരിച്ചിട്ട് 180 ഡിഗ്രി ആഡ് ചെയ്ത് വരും. അപ്പൊ 540 ആണ്. ആ 540യെ 5 ആംഗിൾസ് ഉണ്ട്, 5 ആംഗിൾസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 1 into 5 5 0 8 40 8 into 5 40. അപ്പൊ 108 ഡിഗ്രി ആണ് ഓരോ ആംഗിളും. പെന്റഗണിന്റെ ഓരോ ആംഗിൾ എന്ന് പറയുന്നത് 108 ഡിഗ്രി ആണ്. ഇനി അതേപോലെ അടുത്ത റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത് ഏതാണ്, ഹെക്സഗൺ. ഹെക്സഗണിന്റെതും ഈക്വൽ സൈഡ്സും ഈക്വൽ ആംഗിൾസും ആയിട്ടുള്ള പോളിഗൺ ഉണ്ടാവും, ഹെക്സഗൺ ഉണ്ടാവും. അപ്പൊ അതിന്റെ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇതിൽ നിന്നും 540 പ്ലസ് 180 എത്രയാണ്, ടോട്ടൽ സം ഓഫ് ഇന്റേണൽ ആംഗിൾ വരിക 720 ആണ്. ആ ഒരു 720നെ നമ്മൾ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ എത്ര വരും, 12 21 20 വരും. അപ്പൊ ഓരോ ആംഗിളും 120 ആയിരിക്കും. ഇതാണ് റെഗുലർ പോളിഗണിൽ പറയാനുള്ളത്. ഇനി ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. പേജ് നമ്പർ 58ലെ പ്രോബ്ലംസ് നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ സൈഡ്സ് ആൻഡ് അൺഈക്വൽ ആംഗിൾസ്. ഈക്വൽ സൈഡ്സ് ആയിരിക്കണം, അൺഈക്വൽ ആംഗിൾസ് ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 5 സെന്റിമീറ്റർ ഒരു സൈഡ് വരയ്ക്കുകയാണെങ്കിൽ 5 സെന്റിമീറ്റർ മേലെ വരയ്ക്കുക. അപ്പൊ 2 ഈക്വൽ സൈഡ്സ് ആയി. ഇനി ഇതേപോലെ ഈ കോമ്പസ് എടുത്തിട്ട് 5 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ എവിടെയെങ്കിലും മാർക്ക് ചെയ്യുക. അതേപോലെ ഇവിടെ നിന്ന് എടുത്തിട്ട് 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, ഇവിടെ കുത്തിയിട്ടും മാർക്ക് ചെയ്യുക, ഇവിടെ കുത്തിയിട്ടും മാർക്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോ നമ്മള് വരയ്ക്കുന്നതിന് 5 സെന്റിമീറ്റർ ആയിരിക്കും. ഈക്വൽ എല്ലാ സൈഡും 5 സെന്റിമീറ്റർ ആയിരിക്കും. ആംഗിള് ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ ആംഗിൾസ് ആൻഡ് അൺഈക്വൽ സൈഡ്സ്. ഈക്വൽ ആംഗിൾസ് ആയിരിക്കണം, അൺഈക്വൽ സൈഡ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹെക്സഗണിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 720/6 120 ഡിഗ്രി ആണ് ഓരോ ആംഗിൾ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു സൈഡ് വരച്ചു, ആംഗിൾ 120 മാർക്ക് ചെയ്തു, ഇവിടെ 120 മാർക്ക് ചെയ്തു. ഡിഫറെന്റ് സൈഡ് ആണ്, ഈക്വൽ സൈഡ്സ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ളത് വരച്ചാൽ മതി. ഇനി ഇവിടുന്ന് ഒരു 120 എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക, ഇവിടുന്ന് ഒരു 120 എടുത്തിട്ട് വരയ്ക്കുക. ഇത് യോജിപ്പിച്ചു കഴിഞ്ഞാല് ഹെക്സഗൺ കിട്ടും. അതിന്റെ ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. ബട്ട് സൈഡ്സ് അൺഈക്വൽ ആയിരിക്കും. How much is each angle of a 15-sided regular polygon? How much is each outer angle? ഒരു റെഗുലർ പോളിഗണിന്റെ 15-sided ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ n is equal to 15 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓരോ ആംഗിൾ എത്രയാണ്, അതേപോലെ ഔട്ടർ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ പഠിച്ചതിൽ വെച്ചിട്ട് നമുക്കറിയാം സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പൊ ഒരു എന്താ പറയാ, ഒരു ഔട്ടർ ആംഗിളിന്റെ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മള്? വൺ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? എത്ര സൈഡ്സ് ഉണ്ട്? ടോട്ടല് 360 ഡിഗ്രി ആണ്. എത്ര സൈഡ്സ് ഉണ്ട്? 15 ആണ്. അപ്പൊ നമുക്ക് അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പൊ എങ്ങനെ ഡിവൈഡ് ചെയ്യുക? 3 into 5 15. ഇവിടെ ആവുമ്പോ 7 into 5 35 10 72. ഇനി 1 into 3 1 2 into 3 6 12 4 into 3 24. അപ്പൊ 1 outer angle is equal to നമുക്ക് എത്ര വരും? 24 ഡിഗ്രി വരും. ആ 1 outer angle 24 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും ഇന്നർ ആംഗിൾ? 1 ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ സം ഓഫ് ഒരു ഔട്ടർ ആംഗിളിന്റെയും ഒരു ഇന്നർ ആംഗിളിന്റെയും സം എത്രയാണ്? 180 ഡിഗ്രി ആണ്. അതിൽ നിന്നും 24 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇന്നർ ആംഗിളിന്റെ അളവ് കിട്ടും. 10 minus 4 6 8 minus 2 6 ഓക്കെ 166. ഇതാണ് 1 ഇന്നർ ആംഗിളിന്റെ സം അളവ്. ഓക്കെ 166 ഡിഗ്രി കിട്ടും. നെക്സ്റ്റ്, one angle of a regular polygon is 168 degree. How many sides does it have? ഒരു പോളിഗണിന്റെ വൺ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഇന്നർ ആംഗിൾ ആയിരിക്കും. അപ്പൊ 1 ഇന്നർ ആംഗിൾ നമുക്ക് തന്നിരിക്കുന്നത് 168 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഔട്ടർ ആംഗിൾ എന്തായിരിക്കും? 1 outer angle is equal to 180 minus 168 is equal to എത്ര വരും? 12 വരും. 12 ഡിഗ്രി വരും. ഇനി 12 ഡിഗ്രി ആണ് 1 ഔട്ടർ ആംഗിൾ. ടോട്ടൽ സം 360 ഡിഗ്രി ആണെങ്കിൽ എത്ര സൈഡ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാലോ. അപ്പൊ സൈഡ്സ് ഈക്വൽ ടു എന്ത് പറയാം നമുക്ക്? 360 ഡിവൈഡഡ് ബൈ 12 ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പൊ 30 സൈഡ് ആയിരിക്കും ഉണ്ടാവുക. 30 സൈഡ്സ് ഉള്ള ഒരു പോളിഗണിന്റെ ഒരു ഇന്നർ ആംഗിൾ വേണമെങ്കിൽ 168 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതിന്റെ ഔട്ടർ ആംഗിൾ 12 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? ഫിഫ്ത് ക്വസ്റ്റ്യൻ, can we have draw a regular polygon with each outer angle is 6 degree? What about 7 degree? ഓരോ ആംഗിളും 6 ഡിഗ്രി ആയിട്ടുള്ള ഒരു റെഗുലർ പോളിഗൺ വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം? നമുക്ക് എത്ര സൈഡ്സ് വേണം? അങ്ങനെയാകുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 6. അങ്ങനെ നോക്കുമ്പോൾ 60 സൈഡ്സ് ഉള്ള ഒരു റെഗുലർ പോളിഗണിന്റെ ഔട്ടർ ആംഗിള് 6 ഡിഗ്രി ആയിരിക്കും. പക്ഷെ 7 ഡിഗ്രി ആവാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? 360 ബൈ 7 ചെയ്യുമ്പോൾ നമുക്കൊരു ഡെസിമൽ പോയിന്റ് ആണ്, ഡെസിമൽ നമ്പർ ആണ് കിട്ടുക. അതൊരിക്കലും റെഗുലർ പോളിഗണിന്റെ സൈഡ് ആവില്ലല്ലോ. അപ്പൊ 6 ഡിഗ്രി ആകാൻ പറ്റും, 7 ഡിഗ്രി പറ്റില്ല. We control 7 degree. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, the figure shows a regular pentagon and a regular hexagon put together. How much is angle PQR? എന്താണ് തന്നിരിക്കുന്നത്? ഒരു റെഗുലർ ഹെക്സഗൺ തന്നിട്ടുണ്ട്. അവിടെ തന്നെ ഒരു പെന്റഗണും ഡ്രോ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് PQR എന്ന് പറയുന്ന ഈ ഒരു ആംഗിളിന്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ആംഗിളിന്റെ അളവ് കണ്ടുപിടിക്കാൻ എന്താണ് നമുക്ക് അറിയുന്ന കാര്യങ്ങള്? ഈ ഒരു ആംഗിളിന്റെ അളവ് നമുക്കറിയാം. റെഗുലർ ഹെക്സഗൺ ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു ആംഗിള് 120 ഡിഗ്രി ആണ്. അതേപോലെ ഇത് റെഗുലർ പെന്റഗൺ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു ആംഗിള് 108 ഡിഗ്രി ആണെന്ന് അറിയാം. ഇത് അറിയില്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള വഴിയും അറിയാം. ഓക്കെ, അപ്പൊ ഒരു പോയിന്റിന് ചുറ്റും ഉള്ള ആംഗിള്, ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? ഒരു സർക്കിളിന്റെ ആംഗിള് 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആ ആംഗിൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു എ എന്നുള്ള പേരിട്ട് കൊടുക്കുക. എന്നിട്ട് ആംഗിൾ AQP is equal to 120 degree. Angle AQR is equal to 108 degree. And angle PQR is equal to എന്ത് പറയാം നമുക്ക്? 360 minus 120 plus 108 എന്ന് പറയാലോ. Is equal to 360 minus 8 228 2 5 minus 2 3
132 ഡിഗ്രി. ഓക്കെ, ക്ലിയർ? അപ്പൊ അത് 132 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇനി എന്താണ് വേണ്ടത് നമുക്ക്? 7th ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കൂടെ എന്താണ് ഒരു 7th ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു സ്ക്വയറും കൂടെ പെന്റഗണിന്റെ കൂടെ ഉണ്ട്. ഒരു സ്ക്വയർ, അതിന്റെ കൂടെ റെഗുലർ പെന്റഗൺ. റെഗുലർ പെന്റഗൺ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇതിലും നമുക്ക് എന്താ പറയാം, ഈ ഒരു ആംഗിള് 108 ഡിഗ്രി ആണ്, ഈ ഒരു ആംഗിള് 120 ഡിഗ്രി ആണ്, ഈ ഒരു ആംഗിള് 90 ഡിഗ്രി ആണ്. അപ്പൊ ഇനി ഏതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? BAC ആണ്. അപ്പൊ ആംഗിൾ BAC is equal to എന്ത് പറയാം? BAC is equal to 360 minus 108 plus 90 plus 120 is equal to 360 minus 228 ഓൾറെഡി നമ്മൾ ഇവിടെ പറഞ്ഞതാണ്. 8 1 318 വരും. 318 minus 360 minus 380 എന്ന് പറയുമ്പോൾ 2 5 minus 1 4 42 ഡിഗ്രി ആയിരിക്കും BAC എന്ന് പറയുന്ന ആംഗിൾ. ക്ലിയർ ആണല്ലോ? ഈ 8th ക്വസ്റ്റ്യൻ, in the figure ABCDEF is a regular hexagon. Prove that triangle BDEF drawn joining alternate vertices is equilateral. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റെഗുലർ പെന്റഗൺ വരച്ച് ഹെക്സഗൺ തന്നിട്ടുണ്ട്. ആ റെഗുലർ ഹെക്സഗണിന്റെ ഓൾട്ടർനേറ്റ് വേർട്ടിസസ്, അതായത് ഈ ഒരു വേർട്ടിസും ഈ ഒരു വേർട്ടിസും അതേപോലെ ഇവിടെയും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ കിട്ടും. അങ്ങനെ കിട്ടുന്ന ട്രയാങ്കിള് എന്താണെന്നാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത? ആംഗിൾസ് എല്ലാം 60 ഡിഗ്രി ആയിരിക്കും. അപ്പോ ആ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മൾ തന്നിരിക്കുന്ന പേരൊക്കെ അവിടെ എഴുതി വെക്കാം. ABCDEF. ഓക്കെ, ഇനി എന്താണ് എടുക്കുക? ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഞാൻ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ FAB ആണ്. അതിൽ FAB ആംഗിൾ FAB എത്രയായിരിക്കും? ആംഗിൾ FAB എന്താണ്? 120 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം, റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട്. പിന്നെ FA is equal to എന്താണ്? FA is equal to FB ആണ്. സൈഡ് എന്താണ്? റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AFB is equal to ആംഗിൾ ABF is equal to എത്രയാണെന്നാണ് കണ്ടുപിടിക്കുക? 180യിൽ നിന്ന് 120 മൈനസ് ചെയ്തിട്ട് അതിന് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കല്ലേ ചെയ്യാം. ടോട്ടൽ ആംഗിള് 180 ആണ്, ഇത് 120 ആണ്. അപ്പൊ ബാക്കിയുള്ളത് രണ്ടുപേർക്കും തുല്യമായിട്ട് വീതിക്കാം. അപ്പോ 60 ഡിവൈഡഡ് ബൈ 2 വരും, ഈക്വൽ ടു 30 ഡിഗ്രി വരും. ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി വരും, ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി വരും. ഇതേപോലെ നമുക്ക് ഓരോ ത്രികോണം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 30 കിട്ടും. ഇനി നമ്മള് അത് അങ്ങനെ എല്ലാ പോയിന്റ്സിനും എഴുതി വെക്കാം. എന്നിട്ട് അടുത്ത എന്താണ്? അറ്റ് പോയിന്റ് F. ഞാനൊരു Fലുള്ള പോയിന്റിലുള്ള എടുക്കാണ്. ആ Fല് ഏതൊക്കെ ആംഗിൾസ് എന്താണ്? ആംഗിൾ EFD പ്ലസ് AFB, ആംഗിൾ AFB പ്ലസ് ആംഗിൾ DFB ഒക്കെ കൂടെ ആഡ് ചെയ്ത് എത്ര വരിക? EFD എന്ന് പറയുന്നത് ഈ ഒരു ആംഗിള് പ്ലസ് AFB എന്ന് പറയുന്നത് ഈ ഒരു ആംഗിള് പ്ലസ് ഈ ഒരു ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 120 ഡിഗ്രി ആണ് കിട്ടേണ്ടത് അല്ലെ? അപ്പൊ ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി ആണ്. അതിൽ EFD എത്രയാണെന്ന് അറിയാം? 30 ഡിഗ്രി ആണെന്ന് അറിയാം. AFB 30 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ DFB ഇസ് ഈക്വൽ ടു എത്ര വരും? ആംഗിൾ DFB is equal to 120 minus 60 is equal to 60 ഡിഗ്രി. അപ്പൊ ഇത് 60 ഡിഗ്രി കിട്ടി. ഇതേപോലെ തന്നെ ഓരോ പോയിന്റിൽ കണ്ടുപിടിക്കുമ്പോഴും ഓരോ ആംഗിളും 60 ഡിഗ്രി കിട്ടും. അങ്ങനെ 60 ഡിഗ്രി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ? ആംഗിൾ FDB, ട്രയാംഗിൾ FDB is equilateral triangle എന്ന് പ്രൂവ് ചെയ്തു.
ക്ലിയർ ആണല്ലോ? ഇത് വളരെ സിമ്പിൾ ആയ ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഞാനിങ്ങനെ പറഞ്ഞാലാണ് കൺഫ്യൂഷൻ ആവുക. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാതെ നിർത്തുന്നത്. അപ്പൊ ഇനി നയൻത് ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. നമുക്കൊരു റെഗുലർ ഹെക്സഗൺ തന്നെയാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരു റെക്ടാങ്കിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഏതാണ്? ABCDF നമ്മൾ തന്നിട്ടുണ്ട്. ABCDEF അതില് ACDF ഒരു റെക്ടാങ്കിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് 120 ഡിഗ്രി ആയിരിക്കും, ഇത് 30 ഡിഗ്രി ആയിരിക്കും, ഇത് 30 ഡിഗ്രി ആയിരിക്കും. അതിന് ഞാൻ ചെയ്ത് കാണിക്കണ്ടല്ലോ. ഇനി അറ്റ് എയില് എന്താ സംഭവിക്കുക? എയില് ആംഗിൾ FAB പ്ലസ് ആംഗിൾ BAC ഇസ് ഈക്വൽ ടു എത്ര വേണം? 120 വേണം. FAB എന്ന് പറയുന്നത് അറിയില്ല, ആംഗിൾ FAB അറിയില്ല, പക്ഷെ BAC നമുക്കറിയാം. അപ്പൊ 120 മൈനസ് 30 ഇസ് ഈക്വൽ ടു എത്ര വരും? 90 ഡിഗ്രി വരും. അപ്പൊ ഇവിടെ 90 ഡിഗ്രി കിട്ടി. ഇതേപോലെ അറ്റ് പോയിന്റ് സിയിൽ നമുക്ക് കണ്ടുപിടിക്കാം, അറ്റ് പോയിന്റ് ഡിയിൽ കണ്ടുപിടിക്കാം. എല്ലായിടത്തും 90 ഡിഗ്രി തന്നെ വരും. കാരണം എന്താണ്? എല്ലായിടത്തും സെയിം തന്നെ 30 ഡിഗ്രി ആണ്. ടോട്ടൽ 120 ആണ് വേണ്ടത്. മൈനസ് 30 ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിട്ടുള്ള പോളിഗൺ പറയുന്ന പേരാണ് റെക്ടാങ്കിൾസ്. ഹെൻസ് ACDF ഇസ് എ റെക്ടാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യാം. ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സ് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ആകെ ഒരു ഇക്വേഷനെ പഠിക്കാനുള്ളൂ. അപ്പോൾ അടുത്ത ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.